ഹായ്, ഹലോ കൂട്ടുകാരെ, എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, നമ്മൾ കുറച്ചാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം ഇവിടെ പാടമെല്ലാം വറ്റി വരണ്ടി കിടക്കുകയായിരുന്നു. കൂടാതെ എൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് റെഡിയായി വരുന്നു. നമ്മൾ പുതിയ വീഡിയോ ചെയ്യുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളോടൊപ്പം കൂട്ടുകൂടുക. അതിനായിട്ട് യൂട്യൂബിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ ലൈക്ക്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. എന്ത് ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കുക. എങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് വീഡിയോ കാണാം. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ മഴയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മുടെ കൂടുമായിട്ട് നമ്മൾ വന്നതാണ്. ഇവിടെ ഒരു ഓവുണ്ട്. അതായത് ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. ഒരു വലിയൊരു പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ്. അതിൻ്റെ മുകളിലൂടെയാണ് റോഡ് റെഡിയാക്കിയിരിക്കുന്നത്. നമ്മൾ ആ ഓവിലെ കൂടൊന്ന് വെച്ചു കൊടുക്കുകയാണ്. ഇവിടെ അപ്പുറത്തായിട്ടൊരു തോടൊഴുകുന്നുണ്ട്. അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് മീൻ വരികയുള്ളൂ. കൂടാതെ ആ ഭാഗത്തുള്ളവരെല്ലാം അവിടെ വലയിട്ടിട്ടുണ്ട്. മീൻ കിട്ടുമില്ലയോ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ ഒന്ന് വെച്ച് നോക്കുകയാണ്. കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. ഉള്ള തോട് മുഴുവനും മറ്റുള്ളവർ വലയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂട് വെക്കുന്നവർക്കൊന്നും മീൻ കിട്ടാറില്ല ഇപ്പം. എങ്കിലും നമ്മളൊന്ന് പരീക്ഷിക്കുകയാണ്. കിട്ടുമില്ല നമുക്കൊന്ന് നോക്കാം. കൂട്ടുകാരെ, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ള് കാണുക. നമുക്ക് കൂട് വെച്ചിരിക്കുന്നതൊന്ന് കാണാം. ഇവിടെയാണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് അടയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഓവ് നല്ലവണ്ണം അടച്ചിട്ടുണ്ട്. ഈ പാടത്തൂടെ വേണം മീൻ കയറി വരാൻ. ദൂരെയായിട്ടാണ്, ആ മരമൊക്കെ നിൽക്കുന്നിടത്താണ് ആ തോട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ വന്ന് നോക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം കൂട് നോക്കാനായിട്ട് വരികയാണ്. നമുക്ക് രാവിലെ നല്ല മഴയായിരുന്നു. നമ്മളല്പം താമസിച്ചിട്ടാണ് വരുന്നത്. മീൻ ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. നമ്മൾ മറ്റൊരു കൂട് കൂടി വെച്ചിരുന്നു. ആദ്യം നമ്മൾ ആ കൂടാണ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതൊരു പാടത്തിൻ്റെ വരമ്പിന് ഇടയ്ക്കലാണ് വെച്ചിരുന്നത്. ഒന്നാമത് മീൻ കയറി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതുപോലെയുള്ള വലിയ പുല്ലുകൾ മൊത്തം തോടും പാടവും മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അത് കിളിർത്ത് നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൂടെ മീൻ കടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കെന്തായാലും ഈ കൂടിനുള്ളിൽ ഒരു കാരി കിടപ്പുണ്ട്. നല്ലൊരു കാരി കിടപ്പുണ്ട്. വലിയൊരു കാരിയാണ്. ഈ പുല്ലിൻ്റെ അടിവശം മുഴുവൻ വേരായതുകൊണ്ട് അതിനുള്ളിലൂടെയൊക്കെ മീൻ കടന്നു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ അതുവഴി മീൻ കടന്നു വരികയുള്ളൂ. കിട്ടിയ കാര്യ ഞാനൊന്ന് എടുത്ത് കാണിക്കാൻ കൂട്ടുകാരെ. വലിയൊരു കാര്യമാണ്, നല്ലൊരു കാര്യം. പക്ഷെ ചത്തുപോയി. വെള്ളം റെഡിയെ കടന്നിട്ട് നമ്മൾ താമസിച്ചാ വന്നത്. നമ്മൾ വീണ്ടും അവിടെ തന്നെ ആ കൂട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച കൂട് നോക്കാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കണ്ടാൽ മതിയായിരുന്നു. വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്.
കൂട്ടുകാരെ നമ്മളിവിടാണ് ആദ്യം കൂട് കൊണ്ട് വെച്ചത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ. കൂട്ടുകാരെ, ദേ ഇതിനകത്തൊരു പുളവനുണ്ട്. അതുകൊണ്ടാണ് മീനൊന്നും കയറാഞ്ഞത്. നമുക്ക് വലിയൊരു കല്ലുമുട്ടി ഇതിനകത്ത് കയറിയിട്ടുണ്ട്, കൈതക്കോര. ഈ പുളവൻ കിടന്ന് ഇതിനകത്ത് അടിച്ചിട്ടതുകൊണ്ടാണ് മറ്റുള്ള മീനൊന്നും വന്ന് കൂട്ടി കയറാഞ്ഞത്. കൂട്ടുകാരെ, നമ്മൾ വീണ്ടും അവിടെ തന്നെ ആ കോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകിട്ട് വന്ന് ഒന്നുകൂടെ നോക്കാം. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മാറ്റി ഇട്ട് കൊടുക്കാം. നോക്കാം, ഇന്നത്തെ പോലെ പൊളാനാണ്. പറഞ്ഞ രക്ഷയില്ല. ഒരു വരാലുണ്ട്, കത്തുപോയി. വെള്ളത്തിനടിയിലല്ലേ? ഞാൻ ഉണ്ടാക്കിയതാ. കൂട്ടുകാരെ, നമുക്ക് അടുത്ത കൂടെ നോക്കാം. എനിക്ക് ആ കൂട് മാറ്റിയിടണം. കൂട്ടുകാരെ, നല്ലതുപോലെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉണ്ടോ ഇല്ലയോ നോക്കാം. ഇവിടൊക്കെ അതൊരു കുറ്റം പോലെ കൂട് പല കൂട മണിക്കൂട്ടൻ്റെ ഒക്കെ കൂട. നമ്മുടെ കൂട് വെള്ളത്തിനടിയിലായി പോയി. ഒരു കാര്യമുണ്ട് കൂട്ടുകാരെ, ഒരു കാര്യം ഒതുക്കില്ല. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നമ്മളോടൊപ്പം കൂട്ടുകൂടാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാനും ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകാനും ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.